കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി ജന്മഭൂമി ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് സംഘടിപ്പിക്കും. ഉദ്യോഗ് വികാസ് 2025 ഇൻഡസ്ട്രിയൽ കോൺക്ലേവിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. പാലക്കാട് ടോപ്പിൻ ടൗണിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ജന്മഭൂമി ജനറൽ മാനേജർ കെ ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കോൺക്ലേവിന്റെ ബ്രോഷർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, RSS വിഭാഗ് സംഘചാലക് VK സോമസുന്ദരന് നൽകി പ്രകാശനം ചെയ്തു. വ്യവസായം കൊണ്ടുവരുന്നതിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം പാലക്കാടാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മുടെ കഞ്ചിക്കോട് മേഖലയിൽ, കഞ്ചിക്കോട് മാത്രമല്ല നമ്മുടെ പാലക്കാടിൻ്റെ അതിർത്തിയായ കണ്ണമ്പ്ര അതുപോലുള്ള പ്രദേശത്ത് ഇത് കൊച്ചി വരെ ഈ വ്യാവസായിക ഇടനാഴി നീളുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്തിനെ കേന്ദ്ര സർക്കാർ വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ വന്നിട്ടുള്ള പ്രഖ്യാപനം നമ്മുടെ മലമ്പുഴ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഏതാണ്ട് 75 കോടി രൂപ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലമ്പുഴ ഡാമും അതുപോലെ തന്നെ അവിടുത്തെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 75 കോടി രൂപ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ പാലക്കാടിന് വേണ്ടിയിട്ട് ഇനി ചെയ്യാൻ ഇന്നതെന്നില്ല. 2015 മുതൽ അമൃത് പദ്ധതിയിൽ ഏതാണ്ട് ആദ്യത്തെ ട്രാൻസ് എന്ന നിലയിൽ ഒരു 220 കോടി, രണ്ടാമത്തെ ഗഡുവായിട്ട് ഒരു 70 കോടി രൂപയും, അങ്ങനെ ഏതാണ്ട് 100-300 കോടി രൂപ നമ്മുടെ ഈ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് കഴിഞ്ഞ വർഷം ഒരു നമ്മുടെ പണിതീരാത്ത കെട്ടിടങ്ങൾ മുഴുവൻ തീർക്കാനായിട്ട് ഒരു 20 കോടി രൂപ വീണ്ടും നൽകിയിട്ടുണ്ട്. പാലക്കാടിൻ്റെ മുഖച്ഛായ മാറുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P വേണുഗോപാൽ, BMS ജില്ലാ സെക്രട്ടറി K രാജേഷ്, സംഘാടക സമിതി ജനറൽ കൺവീനർ B രാധാകൃഷ്ണൻ, സംഘാടക സമിതി വൈസ് ചെയർമാൻ V രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 13 കല്ലേപ്പുള്ളി ക്ലബ് ബാറിൽ നടക്കുന്ന കോൺക്ലേവിൽ കേന്ദ്രമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ, NICDC പ്രതിനിധികൾ, MSME പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. UTV ന്യൂസ്, പാലക്കാട്.